നമസ്കാരം. കാവേരി നദീജല തർക്കത്തിലെ പുതിയ തീരുമാനത്തിൽ കർണാടകത്തിൽ പ്രതിഷേധം ശക്തം. കന്നഡ അനുകൂല സംഘടനകളുടെയും കർഷകരുടെയും പ്രതിഷേധത്തെ തുടർന്ന് കർണാടകയിലുടനീളം മുഖ്യമന്ത്രിയും തമിഴ് സിനിമാ താരവുമായ വിജയുടെ സിനിമ ജനനായകന്റെ പ്രദർശനം നിർത്തിവെച്ചു. മുൻകരുതൽ എന്ന നിലയിൽ പല തിയേറ്റർ ഉടമകളും സ്വന്തം ഇഷ്ടപ്രകാരം ഷോകൾ റദ്ദാക്കുകയും വിജയുടെ പോസ്റ്ററുകളും ബാനറുകളും നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജൂലൈ 23 റിലീസ് ചെയ്ത ജനനായകൻ കർണാടകയിലുടനീളമുള്ള 75ലധികം സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളും ഏകദേശം 50 മൾട്ടിപ്ലക്സ് സ്ക്രീനുകളും ഉൾപ്പെടെ 125 മുതൽ 150 വരെ തിയേറ്ററുകളിലാണ് പ്രദർശനം ആരംഭിച്ചിരുന്നത്. കാവേരി പ്രതിഷേധം ശക്തമായതോടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പല തിയേറ്റർ ഉടമകളും സ്വന്തം ഇഷ്ടപ്രകാരം പ്രദർശനങ്ങൾ നിർത്തിവെക്കുകയായിരുന്നു. ചില തിയേറ്ററുകളിലെ ജീവനക്കാർ പരിസരത്തുണ്ടായിരുന്ന വിജയുടെ പോസ്റ്ററുകളും ബാനറുകളും നീക്കം ചെയ്തു. ബംഗളൂരുവിൽ ഉർവശി തിയേറ്ററിൽ പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്നും ജനനായകന്റെ പ്രദർശനം നിർത്തിവെച്ചു. തിയേറ്റർ ജീവനക്കാർ സിനിമയുടെ പോസ്റ്ററുകളും കട്ടൗട്ടുകളും നീക്കം ചെയ്യുകയും നിശ്ചയിച്ചിരുന്ന ഷോകൾക്ക് പകരം കരാവളി എന്ന കന്നഡ ചിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്തു. കർണാടകയിലുടനീളം കാവേരി പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതലിന്റെ ഭാഗമായി തിയേറ്ററിന് പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. കാവേരി ജലതർക്കത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായതിനെ തുടർന്ന് മണ്ടിയിൽ കന്നഡ അനുകൂല പ്രവർത്തകർ ജനനായകൻ ചിത്രത്തിന്റെ പ്രചാരണ ബാനറുകൾ വലിച്ചു കീറി. കാവേരി വെള്ളം തുറന്നുവിടണമെന്ന തമിഴ്നാടിന്റെ ആവശ്യത്തിന് പിന്നാലെ വിഷയം സംബന്ധിച്ച് കർണാടകയിലുടനീളം പ്രതിഷേധം തുടരവെയാണ് ഈ നടപടി. ഷോകൾ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് കർണാടക ഫിലിം ചേംബറും യോഗം വിളിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്ക് പ്രതിദിനം 3500 ഘനയടി ജലം വീതം 15 ദിവസത്തേക്ക് വെള്ളം തുറന്നുവിടണമെന്ന കാവേരി വാട്ടർ റെഗുലേഷൻ കമ്മിറ്റിയുടെ ശുപാർശ കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റി ശരിവെച്ചിരുന്നു. കർണാടകയിൽ തന്നെ രൂക്ഷമായ ജലക്ഷാമം നേരിടുകയാണെന്നും വെള്ളം തുറന്നുവിടുന്നത് സംസ്ഥാനത്തെ കർഷകരെ പ്രതികൂലമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടി കന്നഡ സംഘടനകളും കർഷകരും തമിഴ്നാട്ടിലേക്ക് വെള്ളം വിട്ടു നൽകുന്നതിനെ എതിർത്തിരുന്നു. എന്നാൽ കാവേരി ബോർഡിന്റെ ഉത്തരവ് പൂർണ്ണമായും നടപ്പിലാക്കണമെന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് എംപി കാർത്തി ചിദംബരം ആവശ്യപ്പെട്ടു. കാവേരി മാനേജ്മെന്റ് ബോർഡ് ഉണ്ടെന്നും ബോർഡ് കൈക്കൊള്ളുന്ന ഏത് തീരുമാനവും നടപ്പിലാക്കണമെന്നും ഞങ്ങൾക്ക് വളരെ വ്യക്തതയുണ്ട്. അതാണ് ഞങ്ങളുടെ നിലപാട്. കാവേരി മാനേജ്മെന്റ് ബോർഡിന്റെ വ്യവസ്ഥകളും കരാറുകളും വിധിന്യായവും പൂർണ്ണമായും നടപ്പിലാക്കണമെന്ന കാര്യത്തിൽ തമിഴ്നാട്ടിൽ ഞങ്ങൾക്കൊരു ആശയക്കുഴപ്പമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പുതിയ നീക്കത്തിനെതിരെ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കന്നഡ സംഘടനകൾ. ഓഗസ്റ്റ് 13 ബന്ദ് നടത്തുമെന്ന് കന്നഡ സംഘടനകൾ അറിയിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരിക്കും ബന്ദ്. കർണാടക കടുത്ത ജലക്ഷാമം നേരിടുകയാണെന്നും ഈ തീരുമാനം കർഷകരെ പ്രതികൂലമായി ബാധിക്കുമെന്നും കന്നഡ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയെ ബംഗളൂരു വിമാനത്താവളത്തിൽ തടയുമെന്നും വെള്ളം വേണ്ടെന്ന് പറയാതെ വരാൻ അനുവദിക്കില്ലെന്നും സംഘടനകൾ അറിയിച്ചു. 15 ദിവസത്തേക്ക് തമിഴ്നാടിന് പ്രതിദിനം 3500 ഘനയടി ജലം കാവേരിയിൽ നിന്ന് വിട്ടുകൊടുക്കണമെന്നതാണ് നിലവിലെ ഉത്തരവ്. കർണാടക ഈ നിർദ്ദേശത്തെ എതിർക്കുകയും കാവേരി ജല മാനേജ്മെന്റ് അതോറിറ്റിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. വരൾച്ച ചൂണ്ടിക്കാട്ടി ജലം നൽകാനാവില്ലെന്ന കർണാടകയുടെ വാദം അതോറിറ്റി തള്ളുകയായിരുന്നു. കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങൾക്കിടയിൽ കാവേരി നദീജലം പങ്കുവെക്കുന്നതിനെക്കുറിച്ച് ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രശ്നമാണ് കാവേരി നദീജല തർക്കം. ഇരു സംസ്ഥാനങ്ങളിലൂടെയും ഒഴുകുന്ന നദിയാണെങ്കിലും ഉത്ഭവം കർണാടകയിലായതിനാൽ മഴക്കുറവുള്ള വർഷങ്ങളിൽ ജലം തുറന്നുവിടുന്നത് സംബന്ധിച്ച് ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ തർക്കം ഉണ്ടാകാറുണ്ട്. പ്രശ്നത്തിന് സൗഹാർദ്ദപരമായ പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും തമ്മിൽ ഓഗസ്റ്റ് 3 ബംഗളൂരുവിൽ വെച്ച് ചർച്ച നടത്തും. അതേസമയം തമിഴ്നാട്ടിലെ പ്രതിപക്ഷ കക്ഷികൾ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാവേരി വിഷയത്തിൽ സർവകക്ഷി യോഗം വിളിക്കാൻ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും തീരുമാനിച്ചു. വെള്ളം വിട്ടു നൽകിയാൽ ബംഗളൂരുവിൽ കുടിവെള്ളം മുട്ടുമെന്നതാണ് കർണാടകയുടെ ആശങ്ക. തമിഴ്നാടിനെതിരെ കന്നഡ അനുകൂല സംഘടനകളുടെ പ്രതിഷേധം ശക്തമാണ്.